എൻ്റെ പേര് ജയലത. ഞാൻ വൈക്കത്തുനിന്ന് വരികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഡിസംബറിലാണ്. ഡിസംബറിൽ എടുക്കുമ്പോൾ ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ എന്നോടൊരു ബ്രദർ പറഞ്ഞു വിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവിടെ എല്ലാം വൃത്തിയായി നല്ലോണം തുടച്ച് തൂത്തിട്ട 7 ദിവസത്തിനുള്ളിൽ മാതാവ് വരുമെന്ന്. ഞാൻ അതും പ്രകാരം വീട്ടിൽ ചെന്ന് എന്നും എല്ലാ ബെഡേലും പുതിയതെന്ന് വെച്ചാൽ അലക്കി ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് ഡിസംബർ 30-ാം തീയതി ആയപ്പം എനിക്ക് നാത്തൂൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ചേട്ടൻ ഇല്ലായിരുന്നു, വീട്ടിൽ കിടക്കുമായിരുന്നു, അന്ന് സുഖമില്ലാതെ. ഞാൻ കല്യാണത്തിന് പോയി തിരിച്ച് വരുമ്പോൾ ചേട്ടൻ അകത്ത് കുറ്റിയൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. ഒരു 12:45 സമയമായപ്പം ഒരു സുന്ദരിയായ നീല ഗൗണാണെന്ന് പറഞ്ഞു ചേട്ടൻ കാണുന്നത്. എൻ്റെ കൂട്ടുകാരിയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ശരിക്കും ജീവനുള്ള നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ തന്നെ നീല ഗൗണും ഇട്ട് ഇങ്ങനെ വന്ന് ചേട്ടൻ്റെ കട്ടിലിൻ്റെ അടുക്ക നിന്ന് വിശേഷമൊക്കെ ചോദിച്ചേച്ചും പോയി. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു, അയ്യോ ഞാൻ കതകൊക്കെ കുറ്റിയിട്ടതായിരുന്നല്ലോ, ഇതാരായിരിക്കും, കൂട്ടുകാരിയാണോ അവളുടെ എന്നും പറഞ്ഞ് ചേട്ടൻ ഓടി വന്ന് ആ കതക് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയപ്പം കതകെല്ലാം കുറ്റിയിട്ടിട്ടുണ്ട്, കതക് കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പം ചേട്ടന് സംശയം, ഇതാരായിരിക്കും. കണ്ണ് തുറന്ന്, ഉറക്കമൊന്നും അല്ലായിരുന്നു, കണ്ണ് തുറന്നിരിക്കുവാ, ചുമ്മാ നീണ്ടു നിവർന്ന് കിടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അടുത്ത് കണ്ട് നീല ഗൗണാണ് തലവഴി ഇട്ടിരിക്കണത്, വിരലിനൊക്കെ നല്ല നീളമുണ്ട്, വെളുത്ത് തുടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ മാതാവ് വന്നോന്നറിയത്തില്ല. ഞാൻ ഈ ബുക്ക്, ചേട്ടൻ അന്നേരം ഇവിടെ വന്നിട്ടുമില്ല, മാതാവിൻ്റെ രൂപം പോലും കണ്ടിട്ടില്ല. ഞാൻ ഈ ബുക്ക് കൊണ്ട് കാണിച്ചു, ചേട്ടാ ഈ രൂപമാണ്, ഇത് തന്നെയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ്. അന്ന് മുതൽ 2021 മുതൽ ഈ സമയം വരെ 5:30 ഞങ്ങൾ കറക്റ്റായിട്ട് 5:30, അതായത് നമ്മളെ വിളിച്ചെണീക്കും പോലെയാണ് നമ്മളെ 5:30 പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ശാന്തത. ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എന്തോ അങ്ങനെ തോന്നിച്ച് ചെയ്യിക്കുന്നതാണ്. ഒരു ഗ്ലാസ് കുടിവെള്ളം എടുത്ത് വെച്ച് പ്രാർത്ഥന കഴിയുമ്പം കുരിശ് വരച്ച് അതിനകത്ത് ഒരു തുള്ളി തേനും ഒഴിച്ച് കഴിച്ചിട്ട് ഞങ്ങളെ സുഖപ്പെടുത്തണേ, ഞങ്ങൾക്ക് അസുഖമൊന്നും ഉണ്ടാകാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മോനും ചേട്ടനും കൂടെ എന്തോ ഒരു നിസ്സാര കാര്യത്തിന് ബഹളം വെച്ച് കുറേ ഗുളിക എടുത്തങ്ങ് കഴിച്ചു ചേട്ടൻ. കുറേ ഗുളിക എടുത്ത് കഴിച്ചു. വൈക്കത്താശുപത്രി പെട്ടെന്ന് ബോധം, ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ ഗുളിക വായിലിടുക. വേഗം ആ ഗുളിക ഞാൻ കയ്യിലുണ്ടായിരുന്ന തട്ടിക്കളഞ്ഞ് ഒരു 3 മിനിറ്റിനുള്ളിൽ ആളിൻ്റെ ബോധവും പോയി. ഒരു സൗണ്ട് മാത്രമായി. ആ സൗണ്ട് മാത്രമായി എൻ്റെ ആങ്ങളമാരെയൊക്കെ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് വൈക്കത്താശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കോ, ആളിന് തളർന്നെന്നാണ് തോന്നണമെന്ന് ഡോക്ടർ പറഞ്ഞു. തളർന്നു പോയെന്നാണ് തോന്നണേ, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന വഴി ICUവിൽ കയറ്റി. 4 ദിവസം ICUവിലായിരുന്നു. 5-ാം ദിവസം ഡോക്ടർ പറഞ്ഞു, ഒരു ചലനവും ഇല്ല, നിങ്ങൾക്ക് ഒരു അനക്കമില്ലാത്തൊരു ശരീരമായിരിക്കും, ജീവൻ ഉണ്ടെങ്കിലും കിട്ടണത്. അപ്പം 12 മണിക്ക് നാളെ 5-ാം ദിവസം നാളെ 12 മണിക്ക് ഈ വെൻറ്റിലേറ്റർ എടുക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറുടെ കാലേ വീണ് കരഞ്ഞു, ഡോക്ടറെ എനിക്ക് ആരുമില്ല, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആരുമില്ല, എന്തോ ഒരു ബുദ്ധിമോശത്തിനെടുത്ത് കഴിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ ഡോക്ടറെ, വെൻറ്റിലേറ്റർ എടുക്കല്ലേ ഡോക്ടർ, കാക്കണേ ഡോക്ടറെ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ പറഞ്ഞ്, എന്നാൽ ഇന്നും കൂടെ നോക്കാം 5-ാം ദിവസം. പക്ഷേ വെൻറ്റിലേറ്റർ പ്രതീക്ഷിച്ച് കിടക്കണ ഒത്തിരി പേര് ഈ വരാന്തേ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ സാറിനോട് ഞാനിങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ശരി ഇന്നും കൂടെ ഒന്ന് നോക്കാം, 12 മണിയാകുമ്പോൾ എന്താണേലും വെൻറ്റിലേറ്റർ എടുക്കും. 11-11:30 ആയപ്പം ആങ്ങളയോട് വിളിച്ച് പറഞ്ഞു, ഇനി രക്ഷയില്ല കേട്ടോ, വെൻറ്റിലേറ്റർ കറക്റ്റ് 12 ആകുമ്പോൾ എടുക്കുമെന്ന്. ഞാൻ ഈ ഒരു കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും, മാതാവിനെ വിളിക്കണുണ്ടെങ്കിലും എനിക്കറിയാവുന്ന പോലെ അന്നേരം ഒരു നന്മ നിറഞ്ഞ ഒരു സ്വർഗസ്വനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ആ കൊന്ത മൊത്തം ചൊല്ലി. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞ, എൻ്റെ അമ്മയും അപ്പയും കൂടെ ചെന്ന് ജീവൻ കൊടുക്ക്,
ജീവൻ കൊടുക്ക്, കട്ടിലിൻ്റെ അടുക്ക ചെന്ന് ജീവൻ കൊടുക്ക്. ജീവൻ കൊടുത്ത് എനിക്ക് തളർന്ന ശരീരം വേണ്ട, എനിക്ക് പഴയ കണ്ടീഷനിൽ തന്നെ എന്നെ പഴയ കണ്ടീഷനിൽ ജീവനുള്ള ആളായിട്ട് എനിക്ക് തരുവാണ്. ആ ഗേറ്റിങ്കേന്ന് നീന്തിച്ച് ഈ അൾത്താര വരെ ഞാൻ നീന്തിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ഒരു വഴിപാടുമല്ല, ഞാൻ നീന്തിച്ചോളാം എന്ന് അന്ന് നേർന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ, ഞാൻ പ്രാർത്ഥിക്കുക, ഈ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അകത്തുനിന്നെടുത്ത് ഓടണ്. എൻ്റെ ആങ്ങളെ വീട്ടിലേക്ക് പോകുന്നത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് മിറ്റേ ഉള്ളൂ. അപ്പോൾ ആ മിറ്റം വൃത്തിയാക്കാൻ തൊട്ട് മുറ്റത്തായതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം വൃത്തിയാക്കാൻ പറയാനായിട്ട് ആങ്ങളെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം 12 മണിക്ക് എടുക്കുമ്പോൾ അതിനുള്ളിൽ അവിടെയൊക്കെ വൃത്തിയാക്കണമല്ലോ പറമ്പെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അവിടെ അന്നേരം ഞാൻ ഈ കൊന്ത ചൊല്ലി അങ്ങനെ ആങ്ങളെ പോന്നു കഴിഞ്ഞിട്ടാണ് ഈ സിസ്റ്റർ ഓടി വെളിയിലോട്ട് ഓടണം. അപ്പം എനിക്ക് എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ. മാതാവ് കൂടെ ഉണ്ടായിരിക്കണേ എന്ന്, കർത്താവെ കൂടെ ഉണ്ടായിരിക്കണേ, എൻ്റെ അപ്പയുടെ കൂടെ തന്നെ എൻ്റെ ചേട്ടൻ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് സിസ്റ്ററും ഡോക്ടറും 2 പേരും കൂടെ ഓടി അകത്തോട്ട് പോയി. തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞ്, തളർന്നിട്ടില്ല, ആള് തളർന്നിട്ടില്ല, വലത്തെ കൈയും ഇടത്തെ കാലും പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ആള് തളർന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂറിന് പോലും ആയില്ല. അതിനു മുമ്പ് വർത്തമാനം പറഞ്ഞാൽ തിരിയൂല, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് 1000 നന്ദി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് ആശുപത്രി മുഴുവനും അമ്മയെക്കുറിച്ച് ഓടി നടന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് അമ്മക്ക് നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിച്ച 2019 മുതൽ ഈ നിൽക്കണ ദിവസം വരെ 5:30 എന്നൊരു സമയത്തിന് ചേട്ടൻ 4 മണിയായിട്ട് ഉണർന്നിട്ടുണ്ട്. ചേട്ടൻ പറയും, അയ്യോ ഇനി കിടന്ന് ഉറങ്ങിപ്പോയാൽ 5:30 അറിയൂലടി, 5:30 അറിയൂല, അതുകൊണ്ട് ഉറങ്ങാണ്ട, നമുക്ക് എണീറ്റിരിക്കാം. പിന്നെ 5:30 ആകുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ, അവിടെയെല്ലാം തൂത്ത് തുടച്ചിട്ട് 5:30 പ്രാർത്ഥിക്കും. 5:30 ആ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ദൈവമേ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് എന്തൊരു അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് നടന്ന് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചൊന്നും പഠിക്കുകയില്ലായിരുന്നു, മാത്സിനൊക്കെ പുറകോട്ടായിരുന്നു. ഞാൻ ആ പേപ്പർ ഇപ്പോഴും വെച്ചിട്ടുണ്ട് വീട്ടിൽ. മാത്സിന് പുറകോട്ടായിരുന്നു. ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തേച്ചും ചെന്ന് ഈ തൈലവും തൊട്ട് കൊടുത്ത് പരീക്ഷയ്ക്കും ക്ലാസ്സിൽ പോകുമ്പോഴും പരീക്ഷയ്ക്കും കൊടുത്ത് അവൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇപ്പം ബാംഗ്ലൂർ ബി.ഫാമിന് പഠിക്കുവാണ്. ബി.ഫാം ഫസ്റ്റ് സെമ്മ് മുഴുവൻ കിട്ടി. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ഇന്നത്തെ കൊണ്ട് തീരും. ഇന്ന് തന്നെ എനിക്കിങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും എൻ്റെ സാക്ഷ്യം പറയാനും എനിക്ക് കിട്ടിയതിൽ ഒത്തിരി നന്ദി. അത് ഇനി 3ാമത്തത്, എനിക്ക് ബസ്സിൽ ജോലിക്ക് പോകുന്ന വഴി ബോധം പോകും, ബസ്സേ വെച്ച് ബോധം പോകും. കുറേ സമയം കഴിയുമ്പോൾ ഇവിടെ ഈ പെടലി വഴി എന്തോ മരച്ച് വന്നിട്ട് ബോധം പോവുക, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈല ഈ 2 ചെവിയുടെ പുറകിൽ കൂടെയും പെരട്ടി, തൊണ്ടക്കുഴിയിലും പെരട്ടി, ഈ തൈലവും പിന്നെ തേന് നാവിലും ഒഴിച്ച് ഈ പ്രാർത്ഥന ചൊല്ലി കുടിച്ച് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ചായിട്ട് ഇത് എപ്പോഴാണ് പോയതെന്ന് എനിക്കറിയത്തില്ല. ഇതെപ്പോഴാണ് ഇത് മാറിയത്? എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ഒരു 6 മാസത്തിന് മുമ്പ് ഈ കോവിഡ് വന്നു കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഈ വിറവലുണ്ടാകും. വിറവൽ വന്നേച്ചും ബോധം പോണ പോലെ ഈ തൈലം പുരട്ടി ഇങ്ങനെ മാറുമായിരുന്നു. അപ്പം എനിക്ക് പേടിച്ചിട്ട് ഞാൻ മരിക്കാൻ പോവുക. അതായത് എനിക്കിത് ഇനിയൊരു ജീവിതം ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ LICയുടെ കാർഡും എല്ലാ കാർഡും ഇനി ഇവരാരും തപ്പി നടക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഇതെല്ലാം കൂടെ പെറുക്കി ചേട്ടൻ്റെ അലമാരി കൊണ്ട് വെച്ച് പൂട്ടി. എന്നു വെച്ചാൽ എനിക്ക് രാത്രി ഇന്ന് വന്ന് നാളെ വന്ന് പെട്ടെന്ന് വരുവായി ബോധം പോണ പോലെ മരച്ചു വന്നിട്ട്. അപ്പോൾ ഇനിയൊരു ജീവിതം ഇല്ലായിരിക്കും എന്നോർത്ത് ഞാനിതെല്ലാം പെറുക്കി ചേട്ടൻ്റെ അലമാരി കൊണ്ട് പൂട്ടി വെച്ച്. അത് ചേട്ടൻ ചോദിച്ചു, ഇതെന്തിനാടി ഇതെല്ലാം എൻ്റെ അലമാരി കൊണ്ട് വയ്ക്കണം? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് സൂക്ഷിച്ച് വയ്ക്കും, അവിടെയൊക്കെ അപ്പടി ഉറുമ്പൊക്കെ കയറിയിട്ടാ എന്നും പറഞ്ഞ് ഇതവിടെ വെച്ച്. എന്നിട്ട് ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും, ഇതെന്താണ് മാതാവേ, എനിക്ക് എല്ലാ സഹായവും തന്നത് മുൾമുനെ കൊണ്ട് നിർത്തിയേച്ചും അവിടുന്നാണ് അനുഗ്രഹം എല്ലാം എനിക്ക് തന്നത്. അതുപോലെ തന്നെ എങ്ങനെ മാറിയെന്ന് എനിക്കിപ്പോഴും അറിയാൻ മേല. ഇപ്പം എനിക്ക് ആ ബോധം പോക്കില്ല. ഈ തൈലവും ഉടമ്പടി തൈലവും പെരട്ടും പിന്നെ തേന് ഓരോ തുള്ളി നാക്കയിൽ 5:30 പ്രാർത്ഥിച്ചേ ചൊഴിക്കും. ഇത്രയും ചെയ്ത് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് എന്നും
എൻ്റെ രണ്ട് കാലും വീട്ടിൽ വീണ് രണ്ട് കാലിനും ഒടിവുണ്ടായിരുന്നു. ഇപ്പോഴും കമ്പി എടുത്തിട്ടില്ല. ഈ ഒടിവ് വന്ന് ഒടിഞ്ഞ് മുട്ടിയറ ആശുപത്രി കൊണ്ടുചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വളവ് ബെൻഡുണ്ടാകും, ചട്ടിയെ നടക്കുകയുള്ളൂ, ഒരു ബെൻഡുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, എനിക്ക് ബെൻഡുണ്ടായി, ഈ ചട്ടി നടക്കുമെന്ന് എനിക്ക് പേടിച്ചിട്ട് മേലെ. നേരെ നോക്കുമ്പോൾ കാണുന്ന കർത്താവിൻ്റെ ഫോട്ടോയാണ്. എന്നോട് കർത്താവ് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്, ഇവിടുന്ന് പൊക്കോ എന്ന്. ഞാൻ വേഗം അവിടെ കിടന്ന് ബഹളം ഇടാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇവിടെ കിടക്കണ്ട. അപ്പോൾ എൻ്റെ ആങ്ങളെ വഴക്ക് പറഞ്ഞു, എവിടെ പോകാനാ, ഈ കോവിഡ് വന്നിരിക്കുന്ന സമയത്ത് ആര് നിന്നെ നോക്കും? ഇനി അതിനായിട്ട് വൈക്കത്തെ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ പിന്നെ കോവിഡുകാർ ഇഷ്ടം മാതിരിയുണ്ട്, അതൊന്നും പറ്റിയാൽ ഇവിടെ കിടന്നാൽ മതി. ഞാൻ പറഞ്ഞു പറ്റിയല്ല, എനിക്ക് വീട്ടിൽ പോകണം എന്നും പറഞ്ഞ് ബഹളം വെച്ച് ഞാൻ എഴുതി കൊടുത്ത് എനിക്കിവിടെ ചെയ്യണ്ട എന്ന് എഴുതി കൊടുത്ത്. കാരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. തിരിച്ച് വൈക്കത്ത് വന്ന് സെബാസ്റ്റ്യൻ ഡോക്ടറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. ഈ കാലിന് കമ്പി കിടക്കുക, മുട്ടിന് കിഴിപ്പോട്ട്. എൻ്റെ കാല് നേരെയാകുവാണേ. അന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കാല് നേരെയായി, കാലിന് നീരായിക്കോട്ടെ, വാക്കറുമായിട്ട് എന്ന് നടക്കണോ അന്ന് ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ചേട്ടനെയും കൊണ്ട് വന്ന അന്ന് ഞാൻ ചേട്ടൻ്റെ കൂടെ നീന്തി ഈ അൾത്താരെ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച്. അതുപോലെ തന്നെ എൻ്റെ ഈ കാലൊടിഞ്ഞ സമയത്തും കാല് നേരെയായി, രണ്ട് കാലും നേരെയായി. ആ നേരെയായപ്പോഴത്തേക്ക് വാക്കറുമായിട്ട് ഞാൻ വന്ന് ഈ അൾത്താരെ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് ആയിരം നന്ദി പറഞ്ഞ്, എന്തോ ഒരു കോടാനുകോടി നന്ദി പറഞ്ഞാലും തീരിയല്ല. ഞാൻ ഒത്തിരി പേരെ ഞാൻ കൊണ്ടുവന്നു അവിടെ നിന്ന്. എൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്നോർത്ത് ഞാൻ എലമെൻ്റ് എന്നും പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയിൽ ഞാൻ കൊടുക്കുന്ന മരുന്നെല്ലാം അമ്മയെ സാക്ഷ്യപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അമ്മേ, അവർക്ക് സുഖപ്പെടുത്തണേ. തൈറോയ്ഡുള്ള 12 പേർക്ക് മരുന്ന് കൊടുത്തു. ഞാൻ തൈറോയ്ഡുള്ള 12 പേർക്ക് മരുന്ന് കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നോക്കിക്കോണേ, അവരെ മരുന്നൊക്കെ കൊണ്ട് പോകുന്നുണ്ട്, അവർക്ക് സുഖമാകണം, അമ്മ കൂടെ ചെന്ന് അവർക്ക് മരുന്നൊക്കെ കൊടുക്കണം. ഇന്നലെ 2 പേര് ടെസ്റ്റ് ചെയ്ത് വെച്ചും വന്ന് പറയുക, 0-യിലായി. 75-ൻ്റെ മരുന്ന് കഴിച്ച ആളുകൾ മരുന്ന് കഴിച്ച് 0-യിലേക്ക് വന്ന് നോർമലിലേക്ക് വന്ന് ഇനി അവർക്ക് മരുന്ന് കഴിക്കണ്ട എന്ന് പറയുക ഡോക്ടർ. അപ്പോഴും ഞാൻ അമ്മയോട് 1000 നന്ദി പറഞ്ഞു. ഞാൻ ഈ കൊടുക്കുന്ന എല്ലാ മരുന്നുകൾക്കും ഒത്തിരി അനുഗ്രഹം എനിക്കുണ്ട്. അത്രയും നന്ദി പറയും. ഞാൻ ചെയ്യുന്ന അത് നമ്മുടെ അഞ്ചരയുടെ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. ആ അഞ്ചരയുടെ പ്രാർത്ഥനയിൽ നിന്ന് എനിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി. 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ നന്മകളുണ്ടാകും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അമ്മേ. നമ്മൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഒരു ഭയങ്കര ഏകാഗ്രമായിരുന്നൊരു 5:30 പ്രാർത്ഥിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ അനുഭവങ്ങളും ഒന്നൊന്നായിട്ട് അമ്മ തരുക. എനിക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ്. എൻ്റെ മക്കളിപ്പോൾ ബിഫാമിന് പഠിക്കണം. ഇന്ന് ചേട്ടൻ എന്നോട് പറയുക, പരീക്ഷയാണല്ലോ. എടി നമ്മളെന്നാ നോക്കാനാ, അവൻ +2 കഴിഞ്ഞപ്പോഴേ അമ്മ ബിഫാമിന് ചേർത്ത്. നമ്മളല്ല മക്കൾ ഏത് വഴിക്ക് അമ്മയാ തീരുമാനിക്കണം. കാര്യം നമ്മുടെ പ്രാർത്ഥന അവരമ്മ നോക്കിക്കോളൂ എന്നാണ് ഞാനും ചേട്ടനും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇന്ന് ചേട്ടൻ വന്നിട്ടില്ല. ഞങ്ങൾ ഇന്നിങ്ങനെ ചേച്ചിയുടെ മക്കളെയും കൊണ്ട് വന്നതാണ് പുതിയ ഉടമ്പടി എടുക്കാൻ. അപ്പം ഞാൻ ആ കൂടെ വന്നതാണ്. സിസ്റ്ററിനോട് വിവരം പറഞ്ഞപ്പോൾ ദൈവത്തിനോട് 1000 നന്ദി പറയൂ.